വലൈക്കും. ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. വളരെ ആകർഷകമാണ് ആയിട്ടാണ് ഞാൻ ഇവിടെ എത്തിപ്പെടുന്നത്. 3-4 ദിവസം ദുബൈയിലായിരുന്നു. ഒരു 3 ദിവസത്തെ ചില കാര്യങ്ങളായി മിഞ്ഞാന്ന് രാത്രിയാണ് ഇവിടെ വന്നത്. അവൻ്റെ പ്രിയപ്പെട്ട മജീദ് സാഹിബ് പറഞ്ഞിരുന്നു ഇതിൽ പങ്കെടുക്കണം. പിന്നെ കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം, കാരണം സമയം വളരെ വൈകിയിരിക്കുന്നു. പക്ഷേ ഈ അണ്ടത്തോടൻ കുടുംബത്തെക്കുറിച്ച് 2 വാക്ക് പറയാതെ എനിക്കെങ്ങനെ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ പറ്റില്ല. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, അണ്ടത്തോടൻ കുടുംബത്തിൽ ഒരു കമാൻഡിംഗ് പവർ ഉണ്ടായിരുന്നു. ഏത് പ്രദേശത്തും അവരെ ഒരു കമാൻഡിംഗ് പവർ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ യോജിപ്പിലെത്തിക്കുവാൻ, ജനങ്ങളുടെ സാഹോദര്യവും സ്നേഹവും കുടുംബ ബന്ധങ്ങളൊക്കെ കൂട്ടിയുറപ്പിക്കാൻ, ഭിന്നതയിൽ പോകുമ്പോൾ അത് ഒരുമിക്കുവാനുള്ള പ്രയത്നമായിരുന്നു. ഞാൻ ഓർത്തു പോവുകയാണ് ബഹുമാനപ്പെട്ട ഇടത്തിൽ മുർക്കോത്തുകണ്ട് മുഹമ്മദ് ഹാജി സാഹിബിനെയും ഹാജി സാഹിബിനെയും അതുപോലുള്ള മഹാന്മാരെയും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ മൊയ്തീൻ ഹാജി, അദ്ദേഹം പുല്ലൂക്കരയിൽ എല്ലാ പ്രദേശങ്ങളിലും അറിയപ്പെടുത്ത ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണ ദിവസം ഞാനും ഉണ്ടായിരുന്നു. എവിടെ നിന്നെല്ലാം ആൾ ഓടിയെത്തി ദുഃഖം പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ വിനയമായിരുന്നു. അദ്ദേഹം ഒരു വിദ്യാസമ്പന്നനായിരുന്നെങ്കിൽ കൂടിയും അഹങ്കാരം അവശേഷമില്ലാത്ത, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം നിന്ന ഒരു മഹാനാണ് അദ്ദേഹം. ഈ അവസരത്തിൽ സ്മരിക്കാൻ വരിക. എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ പല ഗോത്രങ്ങളായി ഞാൻ വേർതിരിച്ചു, അത് നിങ്ങളുടെ സ്നേഹത്തിനും ഐക്യത്തിനും വേണ്ടിയാണെന്ന്. ഒരു പറയുകയാണെങ്കിൽ ഈ അണ്ടത്തോടൻ കുടുംബം മഹത്തായ ഒരു വലിയ കുടുംബമായിരിക്കുകയാണ്. ഈ കുടുംബത്തിന്റെ ഐക്യവും സാഹോദര്യവും ശക്തിപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയുള്ള മുന്നോട്ടുള്ള നീക്കം നിങ്ങളുടെ ജനതയുടെ മുമ്പിൽ ഇനിയും നിങ്ങളുടെ പിതാവിന്റെ പിതാമഹന്മാരും അവരോടേക്കാളും നല്ല 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 പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറണമെന്നാണ് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇനി ഇങ്ങനെയുള്ള സംഗമം എല്ലാ കൊല്ലവും നിങ്ങൾ നടത്തണം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എടുക്കുവാൻ, ഈ ഒരു എടുപ്പം കൊണ്ട് മാത്രം ഇത് ഓർമ്മിക്കാൻ പറ്റിയെന്ന് വരില്ല. കൂടുതൽ എടുക്കുവാനും നിങ്ങൾ എല്ലാ കൊല്ലവും സംഗമിക്കണം, സൗഹൃദം പങ്കിടണം, സാഹോദര്യം പുതുക്കണം. ഇതൊരു വലിയ ഐക്യമാണ്. ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹോദര്യവും കുടുംബവും. പണ്ട് പറയുമായിരുന്നു ഒത്താൽ ഒരക്കയിലും കിടക്കാമെന്ന്. ഇപ്പോൾ ഒത്താൽ വീട്ടിലും കിടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത്തരം ഭിന്നിച്ചു പോവുകയാണ്. ആ അവസരത്തിൽ ഒരു വലിയ കുടുംബ സംഗമം നടത്താൻ മുന്നോട്ട് വന്ന ഇതിന്റെ പ്രവർത്തകരെ ഞാൻ അങ്ങേയറ്റം ആശംസിക്കുകയാണ്, പ്രശംസിക്കുകയാണ്. എല്ലാ നന്മകളും